ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോസസർ സോക്കറ്റ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പ്രോസസർ സോക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്രോ പ്രോസസറിനെ നമ്മൾ മദർ ബോർഡിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോക്കറ്റ്സ് അല്ലെങ്കിൽ കണക്റ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, സാധാരണ നമ്മൾ മൈക്രോ പ്രോസസറിനെ മദർ ബോർഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് പകരം നമ്മൾ സോക്കറ്റിലേക്കാണ് കണക്ട് ചെയ്യുക. അങ്ങനെ സോക്കറ്റ് കണക്ട് ചെയ്താലുള്ള അഡ്വാൻറ്റേജ്, നമുക്ക് മൈക്രോ പ്രോസസർ എപ്പോഴെങ്കിലും നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ സോക്കറ്റിൽ നിന്ന് റിമൂവ് ചെയ്യാം. ദെൻ നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിലേക്ക് റീഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് പ്രോസസർ സോക്കറ്റ് യൂസ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ്. ഓക്കെ, ഇതുകൂടാതെ തന്നെ പ്രോസസർ ഡയറക്റ്റ് മദർ ബോർഡിലേക്ക് സോൾഡർ ചെയ്യുന്ന ടൈപ്പ് മെത്തേഡും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെയിനായിട്ട് നമുക്ക് പ്രോസസർ സോക്കറ്റ് ആർക്കിടെക്ചർ അവൈലബിൾ ആയിരിക്കുന്നത് സീറോ ഇൻസേർഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ട്. അതിനെ സിഫ് എന്ന് പറയും. ഓക്കെ, സീറോ ഇൻസേർഷൻ ഫോഴ്സ്. ദെൻ ഇതുകൂടാതെ ലോ ഇൻസേർഷൻ ഫോഴ്സ് ലിഫ് എന്ന് പറയുന്ന സോക്കറ്റ് ആർക്കിടെക്ചർ ഉണ്ട്. ദെൻ ഡിപ്പ് എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ട്. ഡ്യുവൽ ഇൻലൈൻ പിൻ പാക്കേജ് എന്ന് പറയും. ഓക്കെ, ഇതുകൂടാതെ നമുക്ക് സർഫസ് മൗണ്ട് ടെക്നോളജി SMT എന്ന് പറയുന്ന ടൈപ്പ് ഒരു ടെക്നോളജിയും കൂടെ ഉണ്ട്. സർഫസ് മൗണ്ട് ടെക്നോളജി SMT-യിൽ നമ്മുടെ പ്രോസസറിനെ അല്ലെങ്കിൽ ആ ചിപ്പിനെ ഡയറക്റ്റ് ആയിട്ട് മദർ ബോർഡിലേക്ക് സോൾഡർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പം ഇതാണ് SMT ടെക്നോളജി എന്ന് പറയുക. അപ്പം നമുക്ക് ഓരോ ആർക്കിടെക്ചർ എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം വരുന്നത് സീറോ ഇൻസേർഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ടെക്നോളജിയാണ്. സിഫ് എന്നാണ് പറയുക, സിഫ് സോക്കറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, പേര് പോലെ തന്നെ നമുക്ക് മൈക്രോ പ്രോസസറിനെ ആ സോക്കറ്റിലേക്ക് ഫിക്സ് ചെയ്യാനായിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിലേക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഒരു വലിയ ഫോഴ്സ് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് അതിനെ സീറോ ഇൻസേർഷൻ ഫോഴ്സ് എന്ന് പറയുക. അപ്പോൾ ഈ കാണുന്ന പിക്ചർ ഒരു സിഫ് സോക്കറ്റിൻ്റെ പിക്ചറാണ്. നോക്കിയാൽ അറിയാം, അവിടെ ഒരു സോക്കറ്റ് 7 ഒരു നെയിം കൊടുത്തിട്ടുണ്ട്. ഈ സോക്കറ്റുകൾക്കൊക്കെ ഓരോ നെയിമുണ്ട്. ആ നെയിം വെച്ചിട്ടാണ് ആ പ്രോസസർ ആ സോക്കറ്റിൽ സ്യൂട്ട് ആകുക എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ സോക്കറ്റിന് ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് നമ്പർ കാണും, അതിന് സ്യൂട്ട് ആകുന്ന പ്രോസസേഴ്സും കാണും. ഇവിടെ നോക്കിയാൽ ഒരു വൈറ്റ് കളറിൽ ഒരു പ്ലാസ്റ്റിക് എന്താണ് ഒരു കേസ് നിങ്ങൾക്ക് കാണാം അല്ലേ, ഒരു അസംബ്ലി ഉണ്ട്. ഇതിൻ്റെ കൂടാതെ റൈറ്റ് സൈഡിൽ ടോപ്പ് സൈഡിൽ നമ്മളൊരു ലിവർ കാണാമല്ലോ. ഓക്കെ, ഈ കളറിലൊരു ലിവർ കാണാം. ഇതാണ് ലിവർ. നമുക്ക് ഈ ലിവർ ഇങ്ങനെ പ്രസ് ചെയ്യാം, താഴത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിത് പുള്ള് ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ മുകളിലേക്കും താഴത്തേക്കും നമുക്ക് ഈ ലിവർ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ പ്രോസസർ ഇതിലേക്ക് ഫിക്സ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇതിൻ്റെ ഈ ഓരോ ഹോൾസ് കണ്ടോ, പ്രോസസർ സോക്കറ്റിലുള്ള ഓരോ ഹോൾസ്, ഇതിലേക്കാണ് ഈ പിന്നുകൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. പ്രോസസർ ഈ സോക്കറ്റിൻ്റെ നേരെ ടോപ്പിൽ നമ്മളിങ്ങനെ അലൈൻ ചെയ്യുക, കറക്റ്റായിട്ട് അലൈൻ ചെയ്യണം. അത് അറിയാനായിട്ടൊരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കുണ്ട് സാധാരണ. അതായത് പ്രോസസറിൻ്റെ ഒരു എഡ്ജിൽ ഒരു പിന്ന് കുറവായിരിക്കും, ആ പിന്നും ഇവിടെ ഒരു സൈഡിലൊരു പിന്ന് കുറവായിരിക്കും സോക്കറ്റിൽ. അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകുക. അപ്പോൾ അതിങ്ങനെ അലൈൻ ചെയ്യണം ഒരേപോലെ തന്നെ. പ്രോസസറിൻ്റെ പിന്നും ഈ സോക്കറ്റിലെ ഈ ഹോൾസുമായിട്ട് ഒരേപോലെ അലൈൻ ചെയ്ത് ആദ്യം പിടിക്കണം, ടോപ്പിൽ പിടിക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ലിവർ നമ്മൾ മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ, ലിവർ മുകളിലേക്ക് വലിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോസസർ ഇതിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, പ്രോസസർ പയ്യെ നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് വെച്ചാൽ മതി. അലൈൻ ചെയ്ത ശേഷം പയ്യെ ഹോളിലേക്ക് ചെറുതായിട്ടൊന്ന് അലൈൻ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി, വലിയ ഫോഴ്സ് ഒന്നും കൊടുക്കണ്ട. അതിനുശേഷം ആ പ്രോസസർ അതിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത ശേഷം നമ്മൾ ഈ ലിവർ താഴത്തേക്ക് പ്രസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ പ്രോസസർ ഇൻസേർട്ട് ചെയ്യുക. മൈക്രോ പ്രോസസർ അങ്ങനെയാണ് സീറോ ഇൻസേർഷൻ ഫോഴ്സ് സോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. So zero insertion force is a type of IC socket or electrical connector that requires very little force for insertion. With a SIP socket, before the IC is inserted, a lever or slider on the side of the socket is moved, pushing all the sprung contacts apart so that the IC can be inserted with very little force. Generally, the weight of the IC itself is sufficient and no external downward force is required. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, പ്രോസസർ അല്ലെങ്കിൽ IC ഇങ്ങനെ നേരെ ഇതിൻ്റെ ടോപ്പിൽ അലൈൻ ചെയ്ത് പിടിക്കുക. അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ലിവർ മുകളിലേക്ക് പുള്ള് ചെയ്യണം. ആ സമയത്ത് ഇതിനകത്തുള്ള ഈ സ്പ്രിംഗ് കോണ്ടാക്ട്സ് എല്ലാം റിലീസ് ആകും. ഓക്കെ, അപ്പം നമുക്ക് ഈസി ആയിട്ട്
നമ്മുടെ IC അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അത് വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലിവറിനെ താഴത്തേക്ക് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കുക. ആ ടൈമിൽ നമ്മുടെ പ്രോസസ്സർ അവിടെ ഫിക്സ് ആകും. സോ ഇതാണ് സീറോ ഇൻസേർഷൻ ഫോഴ്സ് സോക്കറ്റിൻ്റെ ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ സ്റ്റെപ്പ് എന്ന് പറയുക. SIP sockets are much more expensive than standard IC sockets and also tend to take up a larger board area due to the space taken by the lever mechanism. ഇത് കുറച്ച് ഏരിയ കൺസ്യൂം ചെയ്യുന്ന ടൈപ്പ് സോക്കറ്റാണ് SIP സോക്കറ്റ്. മദർ ബോർഡിലെ കുറച്ച് സ്പേസ് അത് കൺസ്യൂം ചെയ്യും, കാരണം അതിൻ്റെ ആ ലിവർ മെക്കാനിസം ഒക്കെ വരുന്നത് കൊണ്ടാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ലോ ഇൻസേർഷൻ ഫോഴ്സ് സോക്കറ്റ്, LIF socket. It is a technology used in integrated circuit sockets that are designed so the force required to insert or remove a package is low. നമുക്ക് ചെറിയൊരു ഫോഴ്സ് ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടി വരും, അതുകൊണ്ടാണ് ലോ ഇൻസേർഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു ആർക്കിടെക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന പിക്ചറാണ് അതിൻ്റെ ഒരു ആർക്കിടെക്ചർ. സോ അപ്പം നമുക്ക് ഈ കാണുന്നത് കണ്ടല്ലോ, ഇന്റലിൻ്റെ പ്രോസറാണ്. ഇന്റലിൻ്റെ 80386 ആണ് ഈ കാണുന്നത്. ഇന്റലിൻ്റെ 80387 എന്ന് പറയുന്ന കോ പ്രോസറാണ് ഈ കാണുന്നത്. കോ പ്രോസർ എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോസറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന എക്സ്ട്രാ പ്രോസറാണ് കോ പ്രോസർ എന്ന് പറയുക. കോ പ്രോസറിന് അതിൻ്റേതായ സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് കാണും. ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യാനൊക്കെ ആയിട്ടായിരിക്കും, ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷനൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ കോ പ്രോസർ യൂസ് ചെയ്യുക. ഇതാണ് ഇന്റലിൻ്റെ 387 എന്ന് പറയുന്ന കോ പ്രോസർ. അപ്പോൾ ഇവിടെ ഒരു സോക്കറ്റിലാണ് ഇത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു ലിഫ് സോക്കറ്റാണ്, ഈ താഴെ കാണുന്ന ലിഫ് സോക്കറ്റാണ്. അതിലേക്ക് നമ്മുടെ ഈ പ്രോസസ്സർ നമ്മൾ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക. അതിന് ലിവർ മെക്കാനിസം ഒന്നുമില്ല, നമ്മൾ ചെറിയ ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ ആ സോക്കറ്റിലേക്ക് പ്രസ് ചെയ്തിട്ട് വേണം അത് കണക്ട് ചെയ്യാനായിട്ട്. Initially, the LIF connectors were designed as a cheaper alternative compared to zero insertion force connectors to facilitate programming and testing of equipment. Compared with the standard IC sockets, they have a lower friction force between the contacts of the device and the socket, making insertion and removal of the device easier, while at the same time eliminating the need for the complex mechanism that is used in SIP socket. SIP സോക്കറ്റിലുള്ള പോലെയുള്ള ലിവർ മെക്കാനിസം ഒന്നും ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് പ്രസ് ചെയ്യുക, ആവശ്യമുള്ള സമയത്ത് നമുക്ക് അതിനെ റിലീസ് ചെയ്യുക. ദി ഡിസഡ്വാൻറ്റേജ് ഓഫ് ലിഫ് കണക്ടേഴ്സ് ആർ ദാറ്റ് ദി ഗ്രിപ്പ് ഫോഴ്സ് ബിറ്റ്വീൻ ദി കോണ്ടാക്ട് ഈസ് ലോവർ ആൻഡ് ദി കോണ്ടാക്ട്സ് ക്യാൻ ഓക്സിഡൈസ് ഫാസ്റ്റർ ആൻഡ് ഡിക്രീസ് ദി ലൈഫ് സ്പാൻ ഓഫ് ദി കണക്ടർ. ഇതിനകത്ത് ഈ നമ്മുടെ ICയുടെ പിന്നുമായിട്ടുള്ള കണക്ഷൻ അത്ര ടൈറ്റ് ഒന്നുമല്ല, നമ്മുടെ SIP സോക്കറ്റ് പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഈ പിന്നുകൾ ഓക്സിഡൈസ് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ പ്രോപ്പറായിട്ടുള്ള കോണ്ടാക്റ്റ് ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, ഇലക്ട്രിസിറ്റി കോണ്ടാക്റ്റ് ഒന്നും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുക. ഓക്കെ, സോ ഇന്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ദി ലിഫ് സോക്കറ്റ് സിസ്റ്റം ഇൻ വിച്ച് ദി പ്രോസർ ഈസ് ഇൻസർട്ടഡ് ഇൻ ടു ദി സോക്കറ്റ് rather than fixed by a lever. This type of socket was used for some type of 386 and 486 processors. This type of socket has been replaced by the SIP socket, although LIF sockets are now used in modern 1.8-inch hard disk. അപ്പോൾ ലിഫ് സോക്കറ്റുകളൊക്കെ ഇപ്പോഴും പല ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതലും സീറോ ഇൻസേർഷൻ ഫോഴ്സ് സോക്കറ്റുകളാണ് മദർ ബോർഡിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡ്യുവൽ ഇൻലൈൻ പിൻ പാക്കേജ്. ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടൈപ്പ് സോക്കറ്റുകളാണ്. മിക്കവാറും നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ PCB എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ IC ചിപ്പുകളൊക്കെ ഇതുപോലുള്ള സോക്കറ്റിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സോക്കറ്റ് ആദ്യം PCBയിലേക്ക് സോൾഡർ ചെയ്ത് വെക്കും. ഈ സോക്കറ്റിൻ്റെ താഴെ നിങ്ങൾ ആ പിന്നുകൾ കണ്ടോ, ഇതാദ്യം നമ്മുടെ PCBയിലേക്ക് ആദ്യം സോൾഡർ ചെയ്ത് വെക്കും. പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിലേക്ക് ഇത് ആദ്യം സോൾഡർ ചെയ്ത് വെക്കും. എന്നിട്ട് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് IC അങ്ങോട്ട് ഫിക്സ് ചെയ്താൽ മതി. ഓക്കെ, ഇത് നിങ്ങൾ മിക്കവാറും PCBയിലൊക്കെ കാണുന്ന ടൈപ്പാണ് ഈ ടൈപ്പ് ആർക്കിടെക്ചർ എന്ന് പറയുക. So it is an electronic component package with a rectangular housing and two parallel rows of electrical connecting pins. The package may be through hole mounted to a printed circuit board or inserted in a socket. Dips can be mounted either by through hole soldering or in sockets. അപ്പോൾ നമുക്ക് ഇതിനെ ഈ സോക്കറ്റിനെ നമുക്ക് ആദ്യം സോൾഡർ ചെയ്ത് വെച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മുകളിലേക്ക് IC ഇൻസേർട്ട് ചെയ്യാം.
അല്ലാതെ തന്നെ ഇതേ ഷേപ്പിലുള്ള ഡിപ്പ് ICs വരുന്നുണ്ട്. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള IC ചിപ്പുകളൊക്കെ ഇതുപോലെ റെക്ടാങ്കുലർ ഷേപ്പിൽ വരുന്ന IC ചിപ്പുകളൊക്കെ ഡിപ്പ് പാക്കേജാണ്. അതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സോൾഡർ ചെയ്ത് വെക്കാം, PCBയിലേക്ക് സോൾഡർ ചെയ്ത് വെക്കാം. ഈ ഒരു സോക്കറ്റ് ഇല്ലാതെ തന്നെ ആ IC ചിപ്പുകൾ സോൾഡർ ചെയ്ത് വെക്കാം. കൂടുതലും അങ്ങനെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, സോക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാനൊക്കെ വളരെ കൺവീനിയൻ്റ് ആണ്. നമുക്ക് ഈ സോക്കറ്റിൽ നിന്ന് IC ജസ്റ്റ് റിമൂവ് ചെയ്യാം, ആവശ്യമുള്ള സമയത്ത് നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാം. ഡിപ്പിൻ്റെ ഡിഫറെൻറ്റ് വേരിയൻസ് ഉണ്ട്. സെറാമിക് ഡ്യുവൽ ഇൻലൈൻ പാക്കേജ്, പ്ലാസ്റ്റിക് ഡ്യുവൽ ഇൻലൈൻ പാക്കേജ്, then shrink plastic dual inline package, then skinny dual inline package. So these are the variants of dip packages. The next one is surface mount technology. This is called SMT, surface mount technology. It is a method for producing electronic circuits in which the components are mounted or placed directly onto the surface of printed circuit boards. IC ചിപ്പുകൾ ഡയറക്റ്റ് ആയിട്ട് PCBയിലേക്ക് സോൾഡർ ചെയ്യുന്ന ടൈപ്പ് ടെക്നോളജി പറയുന്ന പേരാണ് SMT എന്ന് പറയും. SMT ടെക്നോളജി വന്നേ പിന്നെ ഈ സൈസ് ഒക്കെ നമുക്ക് ഒരുപാട് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. SMT കമ്പോണന്റുകളുടെ എല്ലാം സൈസ് വളരെ പൊതുവെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മദർ ബോർഡിന്റെ അല്ലെങ്കിൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിന്റെ സൈസ് നമുക്ക് വളരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇലക്ട്രോണിക് ഡിവൈസിന്റെ സൈസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന LCD TVകൾ അതിൻ്റെ എല്ലാം പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകളെല്ലാം SMT ടൈപ്പാണ്, സർഫസ് മൗണ്ട് ടെക്നോളജി ടൈപ്പാണ്. പക്ഷെ അതിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ഡീസോൾഡറിങ് പ്രൊസീജിയർ കൊണ്ട് നമുക്ക് അതിനെ ഡീസോൾഡർ ചെയ്തെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് SMTയുടെ കുറച്ച് ടൂളുകളും കാര്യങ്ങളൊക്കെ വേണം. അതിനെ ഒന്ന് കമ്പോണന്റുകളെ മദർ ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഈ ത്രൂ ഹോൾ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സോൾഡറിങ് മെത്തേഡാണ്. കമ്പോണന്റുകളെയൊക്കെ ഡയറക്റ്റ് മദർ ബോർഡിലേക്ക് സോൾഡർ ചെയ്യുന്നതാണ്. SMTയുടെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. SMTയുടെ പിക്ചറായി കാണുന്നത്. ഓക്കെ, ഇതാണ് SMT. ഈ കാണുന്ന പ്രോസസർ ചിപ്പ് അല്ലെങ്കിൽ IC ചിപ്പ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാമല്ലോ നിങ്ങൾക്ക്. വളരെ സൈസ് കുറവാണ് ഇതിൻ്റെ ICയുടെ. ഈ കാണുന്ന പിന്നുകളാണ് ഈ ICയുടെ. ഓക്കെ, ഈ 3 സൈഡിലും പിന്നുകൾ കാണാം. 4 സൈഡിലും ഉണ്ട് പിന്നുകളുണ്ട്, പക്ഷെ നമുക്കിപ്പോൾ 3 സൈഡിലെ പിന്നുകളാണ് വിസിബിൾ ആയിട്ടുള്ളത്. ഇതിലേക്ക് സോൾഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, വളരെ നാരോ ആയിട്ടുള്ള പിന്നുകളൊക്കെയാണ്, വളരെ കെയറിങ്ങോട് കൂടി ആണിത് സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് SMT ടെക്നോളജി എന്ന് പറയുക. An SMT component is usually smaller than its through-hole counterpart. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം ത്രൂ ഹോൾ ആണ്, പക്ഷെ അതിനേക്കാളും ഒക്കെ സ്മോളർ സൈസ് ആയിരിക്കും SMT കമ്പോണൻസ്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം. ഈ കാണുന്ന ഈ ചെറിയ ചെറിയ കമ്പോണൻസ് ഉണ്ട്, ഇതെല്ലാം റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ കപ്പാസിറ്റേഴ്സ് ആണ്. ഓക്കെ, ഈ കാണുന്ന ചെറിയ ചെറിയ കമ്പോണൻസ് ഒക്കെ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഡയോഡൊക്കെയാണ്. സാധാരണ നമ്മൾ കാണുന്ന കപ്പാസിറ്ററിൻ്റെയോ അല്ലെങ്കിൽ റെസിസ്റ്ററിൻ്റെയോ ഒന്നും സൈസ് അല്ല ഇത്. അതിനേക്കാൾ സ്മോളാണ് അല്ലേ? നിങ്ങൾ ഫിസിക്സിലൊക്കെ കപ്പാസിറ്ററും റെസിസ്റ്ററും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന കമ്പോണന്റുകളെക്കാളും വളരെ സ്മോൾ സൈസാണ് ഈ കാണുന്ന കപ്പാസിറ്ററിനും റെസിസ്റ്ററിനും ഒക്കെ. ഇതാണ് ഈ SMTയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇത് യൂസ് ചെയ്യാനായിട്ട് SMT ടൈപ്പിൽ പല ടൈപ്പ് പിൻ പാക്കേജസ് വരുന്നുണ്ട്. ഓക്കെ, ബോൾ ഗ്രിഡ് അറേ എന്നൊക്കെ പറഞ്ഞിട്ട് ടൈപ്പ് പിൻ പാക്കേജസ് വരുന്നുണ്ട്. സോ then this is the single edge contact cartridge, SECC. okay, single edge contact cartridge. ഇത് ഒരു ഒബ്സലേറ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്, ഇപ്പം യൂസ് ചെയ്യുന്നില്ല. ഇത് Pentium 2 അല്ലെങ്കിൽ Pentium 3 പ്രോസസേഴ്സിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. SECC എന്ന് പറയും. സാധാരണ ഒരു പ്രോസസറിനെ മദർ ബോർഡിലേക്ക് ഫിക്സ് ചെയ്യുകയാണ്, സോക്കറ്റ് വഴി ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ ഈ കാണുന്ന Pentium 2 പ്രോസസർ ഇതൊരു കാട്രിഡ്ജ് ആയിട്ടായിരിക്കുന്നത്. ഇതൊരു പാക്കേജ് ആയിട്ടാണ് അല്ലേ? ഇതിൻ്റെ താഴെ ഒരു കുറേ ലീഡുകൾ കണ്ടോ ഈ കളറിൽ? ഇതൊരു പിന്നാണ്. ഈ Pentium 2 പ്രോസസർ നമ്മൾ മദർ ബോർഡിലേക്ക് നമ്മൾ ഒരു സാധാരണ ഒരു റാം കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിനെ കണക്ട് ചെയ്യുക. റാം അല്ലെങ്കിൽ ആഡ് ഓൺ കാർഡൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിൽ മദർ ബോർഡിലേക്ക് ഫിക്സ് ചെയ്യും. ഇതിനൊരു സ്ലോട്ട് കാണും, മദർ ബോർഡിലൊരു സ്ലോട്ട് കാണും. ആ സ്ലോട്ടിലേക്ക് നമ്മൾ ഇതിനെ ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ഈ കാർഡ് നമ്മൾ അല്ലെങ്കിൽ Pentium 2 പ്രോസസറിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ Pentium 2ൻ്റെ ഈ പാക്കേജ് നമുക്ക് ആ മദർ ബോർഡിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഈ സിംഗിൾ എഡ്ജ് കോണ്ടാക്ട് കാട്രിഡ്ജ് എന്ന് പറയുക. ഇതിനകത്ത് പ്രോസസറും L2 ക്യാഷും കൂടെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഇന്റലിൻ്റെ പ്രോസസർ പഠിച്ച സമയത്ത്
നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, സോ അതാണ് ഈ പാക്കേജ്. ഇതിന് വേണ്ടിയിട്ട് മദർ ബോർഡിൽ സ്ലോട്ട് അവൈലബിൾ ആണ്. ആ സ്ലോട്ടിലേക്ക് ഇത് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. സോ ഇത്രയാണ് മെയിനായിട്ട് നമ്മുടെ മൈക്രോ പ്രോസറിൻ്റെ പ്രോസർ പാക്കേജ് എന്ന് പറയുക. ഓക്കെ, താങ്ക് യു.